ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കണ്ണൻ്റെ മാത്രം വിശേഷങ്ങളാണ്, കണ്ണൻ്റെ മാത്രം കാര്യങ്ങളാണ്. മിക്ക വീഡിയോകളിലും ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, അതുപോലെ തന്നെ വേറെ പല പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് പറയാനുള്ളത് മൊത്തം കണ്ണൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സംശയങ്ങളായിരുന്നു. എന്തു പറ്റിയതാണ് കണ്ണന്? പണ്ടത്തെ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ കണ്ണൻ ഓക്കെയാണ്, നോർമലാണ്, സാധാരണ ഒരു കുട്ടിയാണ്. പക്ഷെ പെട്ടെന്ന് കണ്ണന് എന്ത് പറ്റി എന്നുള്ളത് എല്ലാവർക്കും ഒരു വലിയൊരു ചോദ്യം തന്നെയാണ് അത് എൻ്റെ അടുത്ത്. പക്ഷേ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു 3 വർഷം മുൻപുള്ളൊരു വീഡിയോയിൽ ഞാനതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഇടയ്ക്കുള്ള വീഡിയോസുകളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു റിപ്പീറ്റേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോയിൽ അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ അങ്ങനെ പറയാത്തത്. പിന്നെ ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, അണയാത്ത ജ്വാല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കണ്ണൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു 1500 കോപ്പിയോളം നമ്മളുടെ അത് വിറ്റ് പോയിട്ടുമുണ്ട്. അപ്പോൾ എന്നിട്ടും പിന്നെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും സംശയങ്ങളാണ് എന്താണ് കണ്ണന് സംഭവിച്ചതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കത് പറയാനും ഒരു വിഷമമുണ്ട്. ഞാനതാണ് ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് എടുക്കാത്തത്. ഇപ്പോൾ രാവിലെയൊക്കെ കണ്ണന് മിക്ക ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ കല്യാണിക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളാണ് എനിക്ക് കൂടുതലും രാവിലെ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറുള്ളത്. അവൻ്റെ കാലുകൾക്ക് മസിൽസൊക്കെ ടൈറ്റായി വരികയാണ്. അവൻ വലുതാവും തോറും അവൻ്റെ ബോഡി നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ ടൈറ്റായി പോകുന്നുണ്ട്. എല്ലാം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നതും പലപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരമ്മ എന്നൊരു വികാരം എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് കണ്ണനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം തന്നെയാണ് പല കാര്യങ്ങളിലും. നമ്മൾ എത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടും അവൻ്റെ പല കാര്യങ്ങളിലും നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ ഫിസിക്കലി ആണ് കേട്ടോ ഞാൻ പറയുന്നത്, മെൻ്റലി അല്ല. മെൻ്റലി അവൻ ഓക്കെയാണ്. എന്താ പറയുക, അവനെൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അവൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ മെൻ്റലി നല്ല ഓക്കെയാണ്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാൻ, പറയുന്ന എല്ലാ ഇമോഷൻസും അവനുണ്ട്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതോ തമാശയാണെങ്കിലും എല്ലാം മനസ്സിലാക്കാനായിട്ടുള്ളൊരു മെൻ്റലി അവൻ ഇമ്പ്രൂവ്ഡ് ആണ് ഒരുപാട്. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ആദ്യമൊന്നും അവൻ റെസ്പോണ്ട് ചെയ്യാത്ത പല കാര്യങ്ങളിലും ഇപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവനെല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ വലിപ്പം വെച്ചാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുമ്പോൾ അവനൊരു എത്ര വയസ്സ് കാണും, ഒരു 6-7 വയസ്സോ 8 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ അവന് 10 വയസ്സ്, ഇനിയിപ്പോൾ 11 വയസ്സിലേക്കാണ് അവൻ കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവൻ്റെ ബോഡിയൊക്കെ വലുതായും കൊണ്ടിരിക്കുകയാണ്. ബോഡി വലുപ്പം വയ്ക്കുന്നതനുസരിച്ച് അവന് വെയിറ്റ് വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഹൈറ്റ് വയ്ക്കുന്നുണ്ട്. ഹൈറ്റ് വയ്ക്കുമ്പോൾ അവൻ്റെ കാലുകൾക്കൊക്കെ നീളം കൂടുമ്പോൾ അത് എപ്പോഴും അങ്ങനെ അവൻ യൂസ് ചെയ്യുന്നില്ല. കൈകാലുകളൊന്നും എപ്പോഴും അവൻ അനക്കുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും അവൻ്റെ അടുത്ത് എന്തെങ്കിലും ടോയ്സുകളോ അവനിഷ്ടമുള്ള സാധനങ്ങളോ വെച്ച് കൊടുക്കുക, അവനത് എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് കൈകാലുകൾ അനങ്ങിയിട്ട് ആ മസിൽസൊക്കെ ഇടയ്ക്കൊന്ന് ബിൽഡ് ചെയ്ത് വരാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ അവൻ ഇങ്ങനെ ഇണക്കിക്കൊണ്ടിരിക്കും അവനിഷ്ടമുള്ള. പക്ഷേ നമുക്കതൊന്നും അവനെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അവൻ ചെയ്യുന്നത് അവനിഷ്ടമുള്ളത് അവൻ്റെ മൂഡ് അനുസരിച്ചിട്ടല്ലേ അവനതൊക്കെ ചെയ്യുള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന നേരങ്ങളിലൊക്കെ തന്നെ അവർ പനക്കാനായിട്ട് അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. നമ്മൾ അനക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ മസിൽസൊക്കെ അവിടെ ടൈറ്റായി പോവും. പിന്നെ നമ്മൾക്കത് പിന്നെ സാധാരണഗതിയിലേക്ക് ആക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ബോഡി വലുപ്പം വയ്ക്കുന്നതനുസരിച്ചിട്ട് ടൈറ്റ്നസ്സും കൂടി വരുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മാനസികമായിട്ട്. അപ്പോഴും ഞാൻ അവനെന്ത് പറ്റിയെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലേ. 5 മാസം വരെ അവനൊരു നോർമൽ കുഞ്ഞായിരുന്നു കണ്ണൻ.
ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പ്രസവത്തിലാണെങ്കിലും നോർമൽ ഡെലിവറി ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. 5 മാസത്തിൽ ഒരു കരച്ചിലിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ആരോ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു എന്താ പറ്റിയതെന്ന്, എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാമല്ലോ എന്ന്. എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ലോക്കൽ ഹോസ്പിറ്റലുകളിലൊന്നും കൊണ്ടുപോയി സമയം കളയാതെ എത്രയും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പലർക്കും അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കും, വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന്. ചെറിയ രീതിയിൽ പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കരച്ചിലായിരുന്നു, നല്ല രീതിയിൽ കരച്ചിലായിരുന്നു. നമ്മളപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് തലവേദനയായിട്ടാണ്, ചെവി വേദനയായിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു. മെഡിസിൻ തന്നു വിട്ടു. വീട്ടിൽ വന്നിട്ടും പിന്നെയും കരച്ചിൽ തന്നെ, നിർത്താതെയുള്ള കരച്ചിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. നിർത്താണ്ട് കണ്ടപ്പോൾ രാവിലെ പോയി, അത് കഴിഞ്ഞ് ഉച്ചയായിട്ടും കരച്ചിൽ നിൽക്കുന്നതിൽ ഉച്ചയ്ക്ക് ആദ്യം പോയി. ഉച്ചയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞങ്ങളുടെ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ വെച്ചും കരച്ചിൽ, പിറ്റേ ദിവസവും കരച്ചിൽ. അപ്പോഴും ഡോക്ടർ പറയുന്നത് ചെവി വേദന കൊണ്ടാണ് കരയുന്നത്, കുട്ടികൾ അങ്ങനെ കരയും, അത് സ്വാഭാവികമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്കറിയില്ല, നമ്മളത് തന്നെയായിരിക്കും കുട്ടികൾക്ക് വയറുവേദനയും ചെവി വേദനയൊക്കെ വരുമ്പോഴാണല്ലോ നിർത്താതെ എങ്ങനെ കരയാമെന്ന് നമ്മളും കരുതി. നമ്മളുടെ വീട്ടിൽ തന്നെ ഫസ്റ്റ് ബേബി ആയിരുന്നു കണ്ണൻ. അപ്പം നമുക്കതിനെ പറ്റിയൊന്നും വലിയ അറിവുകളൊന്നുമില്ല. പിറ്റേ ദിവസം മുതൽക്കാണ് അവൻ കൈ ഇങ്ങനെ നെഞ്ച് ഭാഗത്തേക്ക് ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴും നമുക്കറിയില്ല ഈ ഫിറ്റ്സ് വരുന്നതൊക്കെ. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് വിറച്ച് വായിന്ന് പറയുമ്പോൾ അതൊക്കെ വന്ന് അങ്ങനെയൊക്കെയാണ് ഈ ഫിറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവത്തെ പറ്റി എനിക്ക് അന്ന് വരെ എനിക്ക് അറിവുള്ളൂ. പക്ഷേ പല രീതിയിലും ഫിറ്റ്സ് വരുന്നതൊക്കെ അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ജസ്റ്റ് ഒരു നോട്ടത്തിൽ പോലും വ്യത്യാസം വന്നാൽ അത് ഫിറ്റ്സിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ നമ്മൾക്കത് അറിയില്ല. കൈ ഒന്ന് ടൈറ്റാക്കി പിടിക്കുക, കാല് ടൈറ്റാക്കി പോവുക, അതുപോലെ ഓരോ നോട്ടങ്ങൾ മറഞ്ഞു പോവുക, അതൊക്കെ ഫിറ്റ്സിൻ്റെ ഓരോ ലക്ഷണങ്ങളാണെന്നുള്ളത് അതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ അപ്പോഴത്തെ ഒരു ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് കൈ ഇങ്ങനെ ടൈറ്റാക്കി ഇടയ്ക്കൊക്കെ പിടിക്കുമ്പോൾ കുറുമ്പ് കാണിക്കുകയാണെന്നാണ് ഞങ്ങളും കരുതിയത്. എന്നിട്ടും അവിടുത്തെ ഡോക്ടറെ കാണിച്ചു, റൗണ്ട്സിന് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞിന് ഫിറ്റ്സിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നേരെ തൃശ്ശൂർ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയുള്ളൊരു ലോക്കൽ ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ ഡോക്ടർക്ക് കൂട്ടി 2 ദിവസമായിട്ടും കരച്ചിൽ നിർത്താതെ തുടർന്നും കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഒന്നും കൂടെ കെയർ ചെയ്യാമായിരുന്നു അവൻ. എന്തുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ 2 ദിവസമായിട്ടും അവൻ കരച്ചിൽ നിർത്താത്തത് എന്നുള്ളത് ഡോക്ടർക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. നമുക്കിതിനെപ്പറ്റി അറിയില്ല. അവർക്കാണല്ലോ ഇന്ന കാരണങ്ങളൊക്കെ ഇന്നത് കൊണ്ടായിരിക്കാം എന്ന ചെറിയൊരു സൂചനയെങ്കിലും ഉള്ളത്. നമ്മൾക്കറിയില്ല. നമ്മൾ കുട്ടി കരയുന്നത് ചെവി വേദനയാണെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. കുട്ടി രാവിലെ മുതലേക്ക് കൈ ഇങ്ങനെ പിടിച്ച് ഇരിക്കുമ്പോഴും അവിടെ വരുന്ന നഴ്സുമാരുടെ അടുത്ത് പറയുന്നുണ്ട് കൈ ഇങ്ങനെ പിടിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു ഇല്ലേ നമുക്കറിയില്ല. പിന്നെ ഈവനിങ്ങിലാണ് പിന്നെ ഡോക്ടർ, അപ്പോഴേക്കും ടൈം ഒരുപാട് പോവാണ്. ഈ രാത്രി ഒരു ദിവസം രാത്രി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു രാത്രി തുടങ്ങിയ കരച്ചിൽ ശനിയാഴ്ച ഈവനിങ്ങിലാണ് ഈ ബലംപിടുത്തം കൈയുടെ ഞായറാഴ്ച ഈവനിങ്ങിലാണ് ഡോക്ടർ നമ്മളുടെ അടുത്ത് തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. എത്ര ദിവസങ്ങൾ അവിടെ പോയി. വ്യാഴാഴ്ച രാത്രിയിൽ തുടങ്ങിയിട്ട് വെള്ളി ശനിയും കഴിഞ്ഞ് ഞായറാഴ്ചയാണ് നമ്മൾക്ക് ഈ ബലംപിടുത്തം കൂടി. അപ്പോൾ ഈ വ്യാഴാഴ്ച രാത്രി മുതൽക്ക് കൊച്ചിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഡോക്ടർ പറഞ്ഞത് പ്രകാരം നമ്മളും ചെവി വേദനയാണെന്ന് വിചാരിച്ചിരുന്നു, നമുക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മളൊന്ന് വേറെ ഫുഡുകളൊന്നും കൊടുത്തു തുടങ്ങില്ല. 5 മാസമല്ലേ ആയിട്ടുള്ളൂ. 6 മാസം മുതലൊക്കെ കൊടുക്കാം വേറെ ഭക്ഷണങ്ങൾ. 6 മാസം വരെ മുലപ്പാൽ തന്നെയാണല്ലോ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും കൊടുക്കണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടും കാണാൻ കുടിച്ചിട്ടും അവന് മതിയാവുന്നില്ല. അതുപോലെ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ കുടിക്കുമ്പോൾ അത് അവന് എത്ര നേരം എന്ന് വെച്ചിട്ട് ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിശപ്പ് മാറുന്നില്ലാത്തതുപോലെയായിരുന്നു. അപ്പോൾ അവിടുത്തെ നഴ്സുമാർ എന്നെ പറഞ്ഞു എന്നാൽ ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പാലിൽ കുതിർത്തി കൊടുത്തു, അത്രയും വിശപ്പ് അവന് തോന്നുന്നുണ്ടെങ്കിൽ മെഡിസിനൊക്കെ എടുക്കുന്നതിൻ്റെ ആയിരിക്കാം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് തലേ ദിവസം കുതിർത്തി കൊടുത്തു. പാല് കൊടുത്തിട്ടാണെങ്കിലും ഈ ആരാറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ആണെങ്കിലും എന്തോരം കൊടുത്തിട്ടും കഴിച്ചിട്ട് അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ
ആളിങ്ങനെ പറയുന്നുണ്ട്, എന്താ ഉണ്ണി ഇങ്ങനെ കഴിക്കണേ, എന്ത് ഇത്ര വിശപ്പ് എന്നുള്ള രീതി. നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് അവൻ വായ കൊണ്ടൊക്കെ നുണഞ്ഞ് കുടിക്കുന്ന അവൻ്റെ അവസാനത്തെ പാലായിരുന്നു അത്. സത്യം പറഞ്ഞാൽ പറയുമ്പോൾ വിഷമമാണ് വരുന്നത്. ജൂബിലിയിലെത്തിയിട്ടും അവന് പാല് കുടിക്കണം എന്നുള്ളൊരിതിങ്ങനെ കാണിച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പാല് ഫീഡ് ചെയ്തോട്ടെ? അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ബോധം മറിഞ്ഞ് തുടങ്ങുമായിരുന്നു, അവന് ബ്രെയിനിൽ ഡാമേജ് വന്നിട്ടുണ്ട്, ബോധം മറിഞ്ഞ് തുടങ്ങുക. ആ സമയത്ത് നമ്മളിങ്ങനെ പാല് കൊടുത്ത് ചിലപ്പോൾ അത് ശിരസിലൊക്കെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഫീഡ് ചെയ്യണ്ട പറഞ്ഞു. അങ്ങനെ ജൂബിലിയിലെത്തി CT സ്കാൻ എടുത്തു. CT സ്കാൻ അപ്പോൾ ഇവിടുത്തെ ഡോക്ടർക്ക്, നമ്മൾ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ വിട്ട ഡോക്ടർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇത്തിരി ഡേഞ്ചറാണ് കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് നേഴ്സുമാരും ആംബുലൻസും ഒക്കെ ആയിട്ടാണ് നമ്മളെ ജൂബിലിയിലോട്ട് വിട്ടത്. അവിടുത്തെ നേഴ്സുമാരും നമ്മളെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ വിടുമ്പോൾ നമ്മൾക്ക് പേടിയുണ്ട് കേട്ടോ. എന്താണ് അവ ഇപ്പോൾ ഇങ്ങനെ ഒരു അർജൻറ്റ് ഇപ്പോൾ വേഗം എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടാണെന്നാണ് നമ്മളുടെ അടുത്താന്ന് പറഞ്ഞത് ആംബുലൻസിൽ വിടുന്നു എന്നൊക്കെ. പക്ഷെ അവിടുത്തെ നേഴ്സുമാരെ അടക്കം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ നേഴ്സുമാരെയൊക്കെ വിട്ടപ്പോൾ അപ്പോഴും നമുക്കൊരു ചെറിയ പന്തികേട് മണക്കുന്നുണ്ട്, ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡോക്ടർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ഇത്തിരി കണ്ടീഷൻ മോശമാണ് കുഞ്ഞിൻ്റെ എന്നുള്ളത് ഡോക്ടർക്ക് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പിന്നെയാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ എത്തി CT സ്കാൻ എടുത്തു. CT സ്കാനിൽ അറിയാൻ പറ്റിയില്ല. പിന്നെ MRI എടുക്കാൻ പറ്റിയൊരു കണ്ടീഷനായിരുന്നില്ല, കുട്ടിയുടെ ബോധമൊക്കെ മറിഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും സെഡേഷൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവർ കൊണരുമോ എന്നുള്ളത് അവർക്കൊരു ഉറപ്പ് പറയാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 2 ദിവസം കിടത്തി ICUയിൽ. പിന്നെ തണ്ടലിൽ നിന്ന് വെള്ളം കുത്തി എടുത്ത് അത് ടെസ്റ്റിന് അയച്ചു. പിന്നെ MRI എടുത്താൽ മാത്രമേ എന്താ റീസൺ, എന്ത് ഡാമേജാണ് ബ്രെയിന് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ MRI എടുത്തപ്പോഴാണ് ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷനായിരുന്നു, എൻസെഫലൈറ്റിസ് എന്ന് പറയും, ബ്രെയിനിൽ വരുന്നൊരു വൈറൽ ഇൻഫെക്ഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇതൊരു തരം കൊതുകുകളിൽ നിന്നാണ്, നമ്മളുടെ നെൽവയലുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം കൊതുകുകളിൽ നിന്നാണ് ഈ വൈറസ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വളർത്തു മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ, അതാണ് ഈ വൈറസ് പടർത്തുന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര റയറായിട്ടുള്ളൊരു കേസായിരുന്നു. അപ്പോൾ ഏകദേശം ഇതേ സെയിം പ്രശ്നമുള്ള കുട്ടികൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു, വെൻറ്റിലേറ്ററിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്സിജൻ ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ കണ്ണനെയും അപ്പോൾ തന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും പറയാൻ, ഞാൻ നമ്മുടെ ബുക്കിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്നവിടെ ഉണ്ടായിരുന്ന ഇതേ സെയിം കണ്ടീഷനിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ, ഒരു കുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു. പക്ഷേ അവിടെ ഇതേ സെയിം കണ്ടീഷനിലുണ്ടായിരുന്ന ഒരു കുട്ടി ഇപ്പോൾ സ്കൂളിൽ മിടുക്കനായിട്ട് പോകുന്നു. അപ്പോൾ അത് ഓരോ കുട്ടികളിലും എത്ര ആഴത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നു എന്നതിനനുസരിച്ചിട്ടാണ്. കണ്ണൻ അതിനും ഇതിനും നടുക്കിലാണ് നിൽക്കുന്നത്. അവന് വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും അവൻ നോർമലൊരവസ്ഥയിലേക്ക് ആയില്ല. അവന് കുറവുകൾ അത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകല്യങ്ങൾ കാണും എന്നൊക്കെ. അപ്പോൾ വൈകല്യം എന്ന് പറഞ്ഞത് അവന് മെൻ്റലി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അവൻ ഫിസിക്കലി മൊത്തത്തിൽ അവൻ ഡിലേ ആണ്. ഇപ്പോൾ തന്നെ അവൻ വലുപ്പം വെച്ചപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് അവനെ തനിയെ എക്സസൈസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ അവനെ ആദ്യമൊക്കെ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവനെ എല്ലാ രീതിയിലും എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പോൾ എനിക്ക് അവനെ തന്നെ ഞാൻ നിർത്താൻ നോക്കിയിട്ട് എനിക്ക് തന്നെ നിർത്താൻ പറ്റുന്നില്ല. എനിക്കൊരാളുടെയും കൂടെ ഹെൽപ്പ് ഇല്ലാണ്ട് അവനെ നിർത്താൻ നോക്കാനോ പല എക്സസൈസുകൾ പോലും എനിക്ക് അവനെ തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ വലുതാവും തോറും മായും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും മനസ്സിൽ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ചെറിയ എന്തെങ്കിലും കുഞ്ഞു വൈകല്യങ്ങളൊക്കെ ആവണേ ഈശ്വര, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ഇതിൻ്റെ ഒന്നും വലിയ ആഴം നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഓരോ വർഷങ്ങൾ കഴിയും തോറുമാണ് പല കാര്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കി വന്നത്. ഓരോ വർഷം ഞാൻ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോഴും അടുത്ത തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, അടുത്ത വർഷം ആകുമ്പോഴേക്കും കഴുത്തൊക്കെ ഉറക്കുമായിരിക്കും അല്ലേ? അങ്ങനെ 1 വയസ്സിൽ ചോദിച്ചു, 2 വയസ്സിൽ ചോദിച്ചു, 3 വയസ്സിൽ ചോദിച്ചു, 4 വയസ്സിൽ ചോദിച്ചു. 4 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് തുടങ്ങി. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല
ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. അവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് നാൾ തെറാപ്പി ചെയ്തപ്പോൾ വ്യത്യാസങ്ങൾ വന്നു. ചില കുട്ടികൾക്ക് 15 വയസ്സ് 20 വയസ്സൊക്കെ എത്തിയ കുട്ടികൾക്ക് പോലും ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ കിടപ്പിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ആ ഒരവസ്ഥയൊന്നും നമ്മൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടല്ലേ വിചാരിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും അവന് ഫസ്റ്റ് വേണ്ടത് അവൻ്റെ കഴുത്തുറയ്ക്കുക എന്നുള്ളതായിരുന്നു. കൊച്ചുകുട്ടിയൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് എടുത്തുകൊണ്ട് നടക്കുന്നതൊന്നും വിഷയമില്ല. 8 മാസം 1 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ കഴുത്തുറയ്ക്കാതിരിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഇപ്പോൾ ബസ്സിൽ ഞാൻ അവനെടുത്ത് കയറുമ്പോൾ ഞാനൊരു 6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെ ഞാൻ അവനെ സുഖസുന്ദരമായിട്ട് ഞാൻ അവനെ ബസ്സിലെടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോഴെനിക്ക് ആകെയുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ കഴുത്ത് അവൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവനെ എവിടെ വേണമെങ്കിലും എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അവൻ്റെ തല ഉറയ്ക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചും കൊണ്ടിരുന്നത് അടുത്ത വർഷം ആകുമ്പോഴേക്കും തലയൊക്കെ ഉറയ്ക്കല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തെറാപ്പികൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ വർഷങ്ങളായപ്പോഴും പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ എന്താ പറയുക, ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവന് വേണ്ടത് മാക്സിമം എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ബാക്കിയൊക്കെ റിസൾട്ട് തരുന്നതൊക്കെ ഈശ്വരനാണ്. ഈശ്വരൻ എന്ത് തരുന്നു അത് സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ വീട്ടിൽ ഇങ്ങനെ അവന് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അവനെ ഇപ്പോൾ അവന് 11 വയസ്സാവാറായി. ഞാൻ അന്ന് 5 മാസത്തിലൊക്കെ 5 മാസം മുതലേക്ക് തെറാപ്പിക്ക് കൊണ്ടുവരുന്ന കണ്ണനല്ല ഇപ്പോൾ. എനിക്ക് അന്നൊക്കെ അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അവൻ്റെ തല ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ കാല് വേറെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ തലയും കാലും കൂടെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പോലും ചിലപ്പോൾ പൊസിഷനിങ് ഇപ്പോൾ അവനെ കിടത്തിയിരിക്കുന്നത് പോലെ പൊസിഷനിങ്ങിൽ കിടത്തണം. സ്ട്രൈറ്റ് ആയിട്ട് കിടത്തില്ല എന്നുണ്ടെങ്കിൽ ഫുൾ അവൻ്റെ ബോഡിയൊക്കെ ആകെ വളഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോകും. ഇപ്പോൾ തന്നെ ചെറിയ രീതിയിലുണ്ട്. അവനെപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് വളഞ്ഞാണ് അവൻ കിടക്കുക. അങ്ങനെ കിടന്ന് അവൻ്റെ വാരിയെല്ലുകൾ വളഞ്ഞു, മൂക്ക് വരെ വളഞ്ഞൊരവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട്. അത് അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അവരുടെ ബോഡി അനക്കി കൊടുക്കുന്നത് മാത്രമാണ് അവരുടെ മസിൽസൊക്കെ അനങ്ങുന്നത്. അപ്പോൾ അവരെപ്പോഴും ഏത് പൊസിഷനിലാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ പൊസിഷനിലേക്ക് ബോഡി ആയി പോവാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെയൊക്കെ ഈശ്വരൻ എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കാലഘട്ടം മുതൽ ഞങ്ങൾക്ക് 5 മാസം വരെ ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയ ഞങ്ങളുടെ കണ്ണനെ പ്രസവത്തിലാണെങ്കിലും പ്രസവത്തിൻ്റെ സമയം അതിൽ മുൻപൊക്കെ ചെറിയ പ്ലാസൻ്റ് ഇറങ്ങി വരലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രസവം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പോലും ശരിക്കും എൻ്റെ മോന് കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കുള്ളത് ഉറപ്പാണ്. കാരണം ഡെലിവറി ഏകദേശം 4 കിലോൻ്റെ അടുത്ത് 3750 ഉണ്ടായിരുന്നു കണ്ണന് വെയിറ്റ്. അപ്പോൾ എന്നെ നോക്കിയിരുന്ന ഗൈനക്കോളജിസ്റ്റ് പോലും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വെയിറ്റുള്ള കൊച്ചിന് എന്തായാലും ഞങ്ങൾ സിസേറിയൻ ചെയ്യേണ്ടി വരുന്നു, പേടിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ പേടി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണാവോ കാണിച്ചു കൂട്ടാമെന്നൊക്കെ അവർക്ക് പേടിയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആളുടെ ലൈഫിൽ തന്നെ ഇത്രയും വെയിറ്റുള്ളൊരു കൊച്ചിനെ നോർമൽ ഡെലിവറിയിൽ ആളെടുത്തത് ഫസ്റ്റ് ടൈമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണെങ്കിലും ഡോക്ടർ നല്ല തക്കുടുമുണ്ടനായിട്ടല്ല ഇരിക്കുന്നത്. പീഡിയാട്രിഷ്യൻ വന്ന് നോക്കിയപ്പോൾ ഷുഗർ ഉണ്ടോയെന്ന് സംശയമായിരുന്നു. കാരണം ആൾ അത്രയും ബുടുബുടുവെന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അപ്പോൾ തന്നെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അമ്മയുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു, അവന് വയറ്റിൽ കിടന്ന് ഫുഡ് അടിച്ചിട്ടുള്ള അവൻ്റെ അങ്ങനെയൊക്കെ എല്ലാവരും അത്രയും ഒരു കണ്ണ് കിട്ടിയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മോനായിരുന്നു കണ്ണൻ ചെറുപ്പത്തിലെ. ആർക്കും പറഞ്ഞാൽ വിശ്വാസമാവില്ല. ഇപ്പോൾ നമ്മൾ ICUവിലൊക്കെ കിടക്കുന്ന സമയത്താണെങ്കിലും ആളുകൾ ഇങ്ങനെ വന്ന് അത്രയും ഡേഞ്ചറായിരുന്നു സിറ്റുവേഷൻ. കാണാനൊക്കെ വരുമ്പോഴും ഒരു 5 മാസത്തെ ഒരു കൊച്ച് കിടക്കുന്ന ഒരു വലുപ്പത്തിലല്ല കണ്ണൻ കിടക്കുന്നത്. അത്രയും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഉണ്ണിയായിരുന്നു കണ്ണൻ. അപ്പോൾ അവന് കണ്ണ് കിട്ടിയതാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും പലപ്പോഴും. ആ ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കണ്ണൻ തന്നെയാണോ ഇതെന്നൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പോവും. അത്രയധികം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ. ആദ്യമൊക്കെ നമ്മളുടെ മൈൻഡിലേക്ക് ഇതെടുത്ത് ഒന്ന് നമ്മൾ സെറ്റാവാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് സമയത്തൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ എനിക്ക് അവനൊരു ജീവനൊരാപത്തില്ലാതെ കിട്ടുക എന്നുള്ളത് മാത്രമേ എനിക്കാണെങ്കിലും എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും ഒക്കെ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രശ്നമില്ലാണ്ട് അവനെ ഞങ്ങൾക്ക് കിട്ടണം, ഒരാപത്തും കൂടാതെ അവനെ ഞങ്ങൾക്ക് കിട്ടണം. പക്ഷെ അവന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽക്ക് നമുക്ക് 5 മാസം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവൻ ചെയ്യണില്ലല്ലോ, അല്ലെങ്കിൽ 6 മാസത്തിൽ ചെയ്യേണ്ട കാര്യം, അങ്ങനെയുള്ള ടെൻഷനുകളായി. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും വലിയൊരു അസുഖം വന്നതല്ലേ, അതിൻ്റേതായിട്ടുള്ള ഡിലേ അവൻ കാണിക്കും. അപ്പം അന്ന് മുതൽക്ക് നമ്മൾ പ്രൈവറ്റായിട്ട് ആണ് തെറാപ്പി ചെയ്തിരുന്നത്. പിന്നെ പ്രൈവറ്റായിട്ട് നമ്മൾ ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ തെറാപ്പിസ്റ്റുകൾ തന്നെയാണ് പറഞ്ഞത്, ഇത് ഒരു കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് നമ്മൾ തെറാപ്പി ചെയ്യുന്നത് പോലെയല്ല ഇത് നമുക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് ചിലപ്പോൾ ലൈഫ് ലോങ് കൊടുക്കേണ്ടി വരും തെറാപ്പി. അപ്പോൾ ഒരുപാട് പൈസയാണ് നമ്മൾ പ്രൈവറ്റിലൊക്കെ ചെയ്യുമ്പോൾ, തെറാപ്പി ചെയ്യുമ്പോൾ. അപ്പോൾ അവർ തന്നെയാണ് നമ്മളെന്നും ഉണ്ണിനെയും കൊണ്ട് ഞാനും അമ്മയാണ് പോയിരുന്നത് ആ സമയത്തൊക്കെ. ഓട്ടോ വിളിക്കുക, പോവുക, ഉണ്ണിനെ കൊണ്ട് പോവുക. അപ്പോൾ ഓട്ടോ വിളിക്കുന്നത് അവിടുത്തെ തെറാപ്പിയുടെ, അത് കഴിഞ്ഞ് പിന്നെ ആദ്യം ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് തന്നെ ഏകദേശം മനസ്സിലായി തുടങ്ങി നമ്മൾ നല്ലൊരു പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നു. അങ്ങനെ അവർ തന്നെയാണ് നമ്മൾക്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനമൊക്കെ സജസ്റ്റ് ചെയ്ത് അവിടെ പോയി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു 7 വർഷം വരെ അവിടെ തെറാപ്പി ചെയ്തു. പിന്നെ എവിടെ എന്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നു അവിടേക്കൊക്കെ കൊണ്ടുപോകും നമ്മൾ. നമുക്കറിയില്ല ഏത് ട്രീറ്റ്മെൻറ്റിലാണ് നമുക്കൊരു വ്യത്യാസം കാണാമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അങ്ങനെ പിന്നെയാണ് നമ്മൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. ചിലർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ പോലും ചിലർ മുതലെടുക്കാനായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിൽ കയറി പിടിക്കാമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നടക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾക്ക് മനസ്സിലായി തുടങ്ങി അവർക്ക് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി പാർട്സുകളൊക്കെ ടൈറ്റ് ആവാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് ഇനി നല്ല രീതിയിൽ ചെയ്ത് പിന്നെ സാഡായിട്ടിരിക്കാറില്ല ഞാൻ പരമാവധി. ഇങ്ങനെ പറഞ്ഞു പോയ കാര്യങ്ങളാണ് പലതും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം, അവൻ്റെ കൂടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൻ്റെ എന്താ പറയുക ഇതുവരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചെറിയൊരു അസ്വസ്ഥതകൾ കാണിക്കുമ്പോൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോഴൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ കണ്ണൊരു ചെറിയ ജലദോഷം വന്നപ്പോൾ നേരെ ജൂബിലിക്ക് ഇവിടെയുള്ള ഇരിഞ്ഞാലക്കുടയുള്ള ഹോസ്പിറ്റലുകളൊന്നും കാണിക്കാൻ നിൽക്കാതെ നേരെ ഞാൻ ജൂബിലിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെയാകുമ്പോൾ നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ പക്ഷെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ആദ്യം നമുക്കറിയില്ല, നമ്മൾ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ തെറ്റുകളായിരിക്കാം, പക്ഷേ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുഞ്ഞു മക്കളുടെ കാര്യങ്ങളൊക്കെ. അതുപോലെയുള്ള അസുഖങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ മോനെന്ന് പറയുന്നത്, ഞാൻ അമൃതയിൽ മോനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നാൾ അമൃതയിലായിരുന്നു. അവിടെ ആകുമ്പോൾ പീഡിയാട്രിക് ന്യൂറോളജിയുടെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ അരുൺ ഗ്രേസ് മാഡം ആണ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് മോനെ നോക്കിയിരുന്നത്. അപ്പോൾ മാഡം എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 5 മാസം വരെയല്ലേ അവൻ്റെ കളി ചിരികൾ വളർച്ച കണ്ടിട്ടുള്ളൂ. 10 വയസ്സ് വരെ ഇപ്പോൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മിടുക്കന്മാരായിട്ട് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇതുപോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ മൂക്കിൽ ട്യൂബും ഓക്സിജനും ഒക്കെ ആയിട്ട് കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളതാട്ടോ അവിടെ ICUയിൽ അവിടെ കിടക്കുന്നത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇത്രയല്ല അവൻ്റെ വളർച്ച കാണേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അവനൊരു ജീവനൊരാപത്തും ഇല്ലാണ്ട് ഇപ്പോഴും നിങ്ങളെ കൂടെ കളിച്ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെക്കാളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അന്ന് ICUയിൽ കിടക്കുന്ന സമയത്ത് അവനൊരാപത്ത് വരരുതെന്നല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എന്തിനാ അവൻ്റെ വേറെ മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്? അന്ന് ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടൊരാപത്തില്ലാണ്ട് എനിക്ക് തന്നില്ലേ, അതുപോലെ എന്നും ഈശ്വരൻ എനിക്കൊരാപത്തില്ലാണ്ട് എൻ്റെ കൂടെ വേണം അവൻ. അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴല്ലേ നമ്മൾക്കത് കിട്ടാതെ വരുമ്പോൾ വിഷമം ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈശ്വരൻ ഇങ്ങോട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തന്നതിന് എന്നും നന്ദി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ അവന് മാക്സിമം സന്തോഷമൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം അവനെ.